ഇപ്പൊ ഇത്തിരി കുറവുണ്ട്. ഇനി മോൾ ഇത്തിരി ചൂട് കഞ്ഞി കുടിക്ക്. പനി മാറണ്ടേ? ഡോക്ടറെ കാണാൻ പോയാ ഇഞ്ചക്ഷൻ എടുക്കുവേ. ചേച്ചി പറഞ്ഞ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരോ? ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിലേക്കാ. ജോലിക്ക് പോണോന്നങ്ങ് ഉറപ്പാക്കി. ഞാൻ ജോലിക്ക് പോയാ ചേച്ചിക്ക് ഒരു ആശ്വാസമല്ലേ? പിന്നെന്താ? അതൊന്നും അല്ല ചേച്ചി. മാസാമാസം അവൾക്ക് ശമ്പളം കിട്ടുമ്പോ പുതിയ ചുരിദാറുകൾ മേടിക്കാമല്ലോ. അതാ ജോലിക്ക് പോണോന്ന് ഇത്ര നിർബന്ധം. നീ പൊടി. അയ്യടാ, നീ വലിയൊരു അഡ്വർടൈസിംഗ് ഏജൻസിയുടെ ആള്, ഞങ്ങള് വെറും അടുക്കള ഏജൻസിയുടെ ആളോ? ഒരു ജോലിക്കാരി വന്നിരിക്കുന്നു. പോടി എവിടുന്ന് പോ. പെൺകുട്ടികളായ സ്വന്തം കാലിൽ നിൽക്കുന്നത് എപ്പോഴും നല്ലതാ അല്ലേ ചേച്ചി? അതെ അതെ, സ്വന്തം കാലിൽ നിൽക്കുന്ന രണ്ട് ചേർത്തുമാരിക്കും വന്നേ. ഇതെടുത്തോണ്ട് നോക്കോ. ഡീ നീ ചൂട് കഞ്ഞിയും ചുട്ട പപ്പടവും വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് കൊടുക്കാം. ചൂടുമില്ല പനിയില്ല, കോളേജിൽ പോവാതിരിക്കാനുള്ള തന്ത്രമല്ലേടി. ഇങ്ങോട്ട് എഴുന്നേറ്റ് വണ്ടി. പനിയും പിടിച്ചിടക്കുന്ന കൊച്ചിനൊന്നും ചെയ്യരുത് കേട്ടോ. അല്ലേലും ഉണ്ണിയാ ചേച്ചിയുടെ ചെല്ലകുന്തം. ആണ് ആണ് ആണ്. ഇടമ്മയോ? വിമലേ വേഗം വാ, പുറത്ത് പോലീസുകാർ വന്നിരിക്കുക. പോലീസോ? സ്വാമിനാഥനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. ഷോ നിർത്താനൊക്കെ പറയുന്നുണ്ട്. എന്തിനാ? എനിക്കറിയത്തില്ല. ദൈവമേ, ഇത് വലിയ പുലിവാലായല്ലോ. നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട, അകത്ത് വയ്ക്കോ. നീ മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. ഉറപ്പാണോ? അതെ സാറേ. എന്നാ ഊതിക്കേ. ഊതാൻ പറഞ്ഞപ്പോ കൂവി മനുഷ്യനെ പേടിപ്പിക്കാണോ നീ? സോറി സാർ, ഊതാൻ അറിയില്ല, കൂകിയേ പരിചയമുള്ളൂ. തിയേറ്റർ അല്ലേ, അതാ. ജീവിതകാലം മുഴുവൻ നീ കൂവണ്ട വരും. എനിക്ക് കൂണോ സാറേ? വേണ്ട ചേച്ചി. എന്താ സാർ പ്രശ്നം? 4 ലേഡീസ് നിങ്ങളാണോ സീനിയർ? അതെ. അയ്യോ, എന്റെ പെങ്ങളെ കണ്ടാ പറയില്ലല്ലോ ഇങ്ങനൊക്കെ ചെയ്യുമെന്ന്. എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സാർ കാര്യം പറ. ഓണർ പെങ്ങളായ സ്ഥിതിക്ക് ഞാൻ കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. ഇതെന്താടാ? ടിക്കറ്റ് കുറ്റിയാ സാറേ. അല്ലാതെ സമ്മാന കൂപ്പണൊന്നും അല്ലല്ലോ? അല്ല സാർ. ഇതുപോലുള്ള ടിക്കറ്റ് കുറ്റി പ്രസിന്ന് പ്രിന്റ് ചെയ്ത് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൗണ്ടറിൽ കൂടെ അങ്ങോട്ട് വെക്കും അല്ലേടാ? അതെ സാർ. അല്ല, പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഓരോ ദിവസവും സീൽ ചെയ്ത ടിക്കറ്റുകൾ മാത്രമേ ഇവിടെ ഞങ്ങൾ കൗണ്ടറിൽ ഇഷ്യൂ ചെയ്യുന്നുള്ളൂ. അത് നിയമം ലോ. അത് നിങ്ങൾ തെറ്റിച്ചോണ്ടാണല്ലോ പാവം പോലീസുകാരായ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ചേട്ടാ, ഞങ്ങളൊരു നിയമം തെറ്റിച്ചിട്ടില്ല സാർ. നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഓഹോ, അപ്പൊ നിയമാനുസൃതമല്ലാത്ത ഈ പണി എന്നാ ഇവിടെ തുടങ്ങിയത്? കുറെ കാലമായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ പിന്നെ സർക്കാരിനെ വെട്ടിച്ച് കുറെ കാശും ഉണ്ടാക്കിയിട്ടുണ്ടാവും. സാർ, കുറച്ചുകൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം സാർ. ഒരു തിരിമറിയും നടത്താതെയാ ഞങ്ങൾ ഈ ടാക്കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. പുറത്ത് പല അലവലാദികളും പലതും പറയും. സാർ അത് വിശ്വസിക്കരുത്. അയ്യോ, ഒരിക്കലും ഇല്ല. പെങ്ങളെ, ഇതിലെവിടെയാണ് പഞ്ചായത്തിന്റെ സീല് പതിപ്പിച്ചിരിക്കുന്നത്? ഒന്ന് കാണിച്ചേ. പിന്നെ അതെ, ഇതിലും സീലില്ല. പിന്നെ എങ്ങനെയാണ് പെങ്ങളെ ഇത് നിയമാനുസൃതമാകുന്നത്? ഒന്ന് പറയൂ പെങ്ങളെ. സാർ, ഇത് ഞാൻ അറിയാതെ നടന്നിട്ടുള്ളതാണോ? ഇതിലെന്തോ ചതിയുണ്ട് സാർ. സീലില്ലാത്ത ഒരു ടിക്കറ്റും ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇതാരോ മനഃപൂർവ്വം. നാക്കുകൊണ്ടുള്ള അഭ്യാസം ഒന്നും ഇനി വേണ്ട. അതും SI അമ്മിണിരാജിന്റെ അടുത്ത് പഞ്ചായത്തിൽ നിന്നുള്ള പരാതി കിട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോ കൗണ്ടറിൽ നീ തെണ്ടിയുടെ നീ തൊണ്ടിയും കിട്ടി. അപ്പൊ നിയമാനുസൃതമായി എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണ്ട പെങ്ങളെ? അയ്യോ സാർ, നോക്കി നിൽക്കാതെ പോയി ഷോ ഓഫ് ചെയ്യണം. സാർ പ്ലീസ്, ഷോ നിർത്തരുത്. നിയമപരമായിട്ടുള്ള എന്ത് നടപടിക്കും ഞങ്ങൾ സഹകരിക്കാൻ സാർ. പറഞ്ഞത് കേട്ടില്ലേ? പോയി പ്രൊജക്ടർ ഓഫ് ചെയ്യണം. അല്ല സാറേ, അത് ഞാൻ ഓഫ് ചെയ്തത്. അയ്യോ സാർ, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കല്ലേ സാർ, പ്ലീസ് സാർ. അയ്യോ, ഒരു പെണ്ണായതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം മര്യാദയ്ക്ക് സംസാരിച്ചത്. എന്റെ തനി സ്വരൂപം പുറത്തെടുപ്പിക്കരുത്. ദേഷ്യം ഞാൻ ഒരു പുലിയാണ്, ചീറ്റപ്പുലി. സാർ, ഷോ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം. അയ്യോ വേണ്ട, സമയം പോലെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. കൂടുതൽ പ്രസംഗിക്കാതെ പോയി ജീപ്പിക്കാൻ മകളെ, എനിക്ക് വേറെ പണിയുള്ളതാ. എന്റെ പൊന്നു സാറെ, ദൈവത്തെ ഓർത്ത് വിമലെ ഇപ്പൊ കൊണ്ടുവരുത്. നോ 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 നോ, ആരോ കരുതി കൂട്ടി ചെയ്തതാ. നോ, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതൊക്കെ ഓരോ കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടുമ്പോ ആലോചിക്കണം. പിടിച്ചു കയറ്റാം. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇന്ന് കരയാൻ ജീപ്പിക്കാനാ. ഈ അമ്മിണിരാജിന്റെ അടുത്താണ് കളി. ഈശ്വര, ഞാൻ എന്താ ഈ കാണുന്നത്? മനോഹരമായ ഈ കാഴ്ച കാണാൻ മുതലാളി എവിടെയാണാവോ?
ഒന്നൊരു ആഘോഷത്തിന് ദിവസം. അങ്ങനെ എന്റെ മുതലാളിയുടെ അന്ത്യാഭിലാഷം ചിരകാലാഭിലാഷം മഹാരാജ ടാക്കീസ് പൂട്ടിച്ചു. അത് മാത്രം നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ആ വിമലെ പോലീസുകാർ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി ചെയ്തില്ലേ. ഇനി എനിക്ക് സമാധാനമായിട്ട് ഒരെണ്ണടിക്കണം. പക്ഷേ അതിന്റെ എല്ലാ ക്രെഡിറ്റും ബഷീർ. പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് ഇറക്കി വിടുന്ന മാതിരിയല്ലേ മുതലാളി അവളന്മാരെ ഓടിക്കാനായിട്ട് ആൾക്കാരെ ഇറക്കിയത്. എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല. പക്ഷെ ബഷീർ സാറ് ഒറ്റ ദിവസം കൊണ്ടല്ലേ പണി പറ്റിച്ചത്. തന്നെ ഞാനിവിടെ നിർത്തി ഒരു MLA ആക്കി തെക്കോട്ട് വിടുന്നുണ്ട്. മുതലാളി പറഞ്ഞതാ. തെക്കോട്ട് എടുക്കൂന്ന് പറഞ്ഞാ തെക്കോട്ട് എടുത്തിരിക്കും. ഇനി സമാധാനമായിട്ട് എനിക്ക് ഒരെണ്ണടിക്കണം. മുതലാളിക്ക് അറിയോ, ടാക്സ് വെട്ടിച്ച കേസിൽ അടച്ചു പൂട്ടി ഒരു തിയേറ്ററും കേരളത്തിൽ ഇന്നേ വരെ തുറന്നിട്ടില്ല. ഉറപ്പാണോ? പിന്നെ 916 ഉറപ്പ്. പലതും പൂട്ടിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. സ്വന്തം അപ്പന്റെ റേഷൻ കട വരെ പൂട്ടിച്ചവനാ ഈ തോമസ്, അറിയോ? പിന്നെ എന്നാ എനിക്ക് ഒരെണ്ണടിക്കണം. ആ കോപ്പൻ സെക്രട്ടറി വല്ലതും? ഏത് സെക്രട്ടറി, എന്ത് സെക്രട്ടറി? പഞ്ചായത്തിലെ ഒരു ഫയലും ഞങ്ങളെ വിചാരിക്കാതെ ഒരടി പോലും നീങ്ങില്ല. മുതലാളി ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളാ, അല്ലാണ്ട് സെക്രട്ടറി അല്ല. കൂടാതെ ഞാൻ അസോസിയേഷൻ ആളും കൂടിയാണ്. തീർന്നു പോകട്ടെ ആള്. എല്ലാം തകർന്നു നിൽക്കുന്നവന്റെ മുന്നിൽ നിവർന്നു നിൽക്കുന്നത് ഈ പാപ്പച്ചന്റെ ഒരു ഹോബിയാ. എനിക്ക് അവളെ ഒന്ന് കാണണം, ആ വിമലെ. എനിക്കും. നമ്മൾ ആരോടും ഒന്നിനും ചെല്ലുന്നില്ലല്ലോ, പിന്നെന്തിനാ എല്ലാരും നമ്മളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നേ? നമുക്ക് ആരുമില്ല. ആരുമില്ലെന്ന് ആരാ മക്കളെ പറഞ്ഞേ? നമുക്ക് ഈശ്വരനുണ്ട് കൂട്ടിന്, വിഷമിക്കണ്ട. ഇപ്പൊ ടാക്കീസ് പൂട്ടിച്ചവരൊക്കെ വലിയ സന്തോഷത്തിലായിരിക്കും. സന്തോഷിക്കട്ടെ. നമ്മളോട് ചതി ചെയ്തവരെ ദൈവം വിടില്ല മക്കളെ. എന്താ ഇതൊക്കെ? എന്റെ കർത്താവേ, എന്തിനാ ഇത് നിങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? എന്ത് ആപത്ത് വന്നാലും ഞാനും പാപ്പച്ച മുതലാളി കൂട്ടിനില്ലേ. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണത്? കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ? അല്ല ഞങ്ങൾക്ക്. ഞാൻ അന്വേഷിച്ചിടത്തോളം കേസിന്റെ ഇപ്പോഴത്തെ ഗതി അനുസരിച്ച് ടാക്കീസ് ഇനി തുറക്കാൻ പറ്റുമെന്ന് തോന്നില്ല. അഴിമതി, നികുതി വെട്ടിപ്പ് തുടങ്ങിയ വലിയ കുറ്റങ്ങള്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, മുതലാളിയുടെ പണവും സ്വാധീനം ഉപയോഗിച്ച് ഈ കേസ് പുഷ്പം പോലെ ഒതുക്കി തീർക്കാൻ മുതലാളിക്ക് പറ്റും. പക്ഷെ അതിന് നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കണം. എന്റെ പൊന്നു മോളെ, മനസമാധാനം ഇല്ല, പിന്നെ എന്തിനാ ഇതൊക്കെ? ഈ നശിച്ച ടാക്കീസ് ആർക്കെങ്കിലും വിറ്റ് തൊലച്ചൂടെ? ഇനി വാങ്ങാൻ ആളില്ലെങ്കിൽ മുതലാളി വാങ്ങിച്ചോളൂ. ഇറങ്ങടോ, ഇറങ്ങാന്. ഇയാളോട് പറഞ്ഞാ മനസ്സിലാവും. ഇറങ്ങിക്കോ മുതലാളി. പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നെഞ്ചത്തറിയുന്ന പൊങ്കാലിടുവാണോ? അപ്പൊ ഞങ്ങളുടെ സഹായം വേണ്ട. സഹായം പോലും എന്നാ കേട്ടോ, നിനക്കിതൊക്കെ വന്നാ പോരടി. എനിക്ക് ഈ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഈ ടാക്കീസ് തുറപ്പിക്കില്ലടി. ഞാനാ പറയണത്. ഞാനോട് കൂടിയാ പറയുന്നത്. ചായക്കട ഞാൻ കത്തിക്കും. നിങ്ങൾ അടുത്ത ആഴ്ച വന്നാ മതി. എന്തോ പത്രത്തിലുണ്ടായിരുന്നോ? എടോ, മന്ത്രിസഭ എന്തെങ്കിലും തീരുമാനിച്ചാ അത് നടത്തണോ വേണ്ടേ തീരുമാനിക്കുന്നത് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരാ, മനസ്സിലായില്ലേ? ഏതവനാ സാറേ? എടോ, ആ ഗോപാലകൃഷ്ണൻ. ഓ, കഴിഞ്ഞ മഴക്കാലത്ത് അവന്റെ വീട്ടിലെ പശു തെങ്ങ് വീട് ചത്തിനടോ. അവന് സഹായം വേണോന്ന്. എന്ത് സഹായം? ഇതെന്താ പണ്ടാരോളൂ. നമ്മളെ കാണേണ്ട വിധം കണ്ടാലേ ഫൈന് നീങ്ങൂ. അതിനാണ് ശരി. സമ്മതം തോമസ് ഒന്ന് നിക്കണം. മഹാരാജ ടാക്കീസിൽ ഇവിടുന്ന് സീൽ ചെയ്യാത്ത ഒരു ടിക്കറ്റ് പോലും ഇഷ്യൂ ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താണ് പഞ്ചായത്ത് ഓഫീസിനും ടാക്കീസിനും ഇടയിൽ സംഭവിച്ചത്? അയ്യോ, ഞങ്ങൾക്കൊന്നും അറിയില്ല സർ. അപ്പൊ പോലീസിന് പെറ്റീഷൻ കൊടുത്ത ആരാണ്? അത് സെക്രട്ടറി ആയ ഞാനല്ല. എന്റെ അറിവോടെ എല്ലാ കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. തന്നെയുമല്ല, ഞാൻ ലീവായിരുന്ന ദിവസം തന്നെ അത് ചെയ്യാൻ നിർദ്ദേശിച്ചത് ആരാണ്? നിങ്ങൾക്കറിയാം. നിങ്ങളത് പറയും, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. ഹലോ, വേണു സാറോ, നമസ്കാരം. ഞാൻ വീട്ടിലുണ്ട്. യത്തീംഖാനയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. എന്താണ് സാർ, കോളോ? എന്നാതേ ഞാൻ വരുന്നു. 5 മിനിറ്റ്. ഓക്കെ സാർ. പടച്ചോനെ, ഇന്നൊരു നല്ല ദിവസമാണെന്ന് തോന്നുന്നു. പോകാം. എടി, ഞാനിപ്പോ വരാം. എങ്ങോട്ടാ? അപ്പൊ യത്തീംഖാനെ പോണ്ടേ? എടി, സെക്രട്ടറിയാ വിളിച്ചത്. ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ട്. പടച്ചോനെ, ഇക്കാക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും തടയണേ. വിളിച്ചു വരുത്തിയിട്ട് ഗുണ്ടായിസം കാണിച്ചാലുണ്ടല്ലോ, പഞ്ചായത്തിലെ കൊണാപ്പനാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. വേണ്ടാതിനെ കാണിച്ചിട്ടൊന്ന് കുരയ്ക്കുന്നുണ്ടോ? മാനവും മര്യാദയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനെ ആക്ഷേപിച്ചപ്പോ തനിക്ക് തൃപ്തിയായല്ലോ. ഇല്ലാത്ത കാര്യം പറഞ്ഞാണ്ടല്ലോ നിന്നെ ഞാൻ. തോമസേ, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇനി നോ രക്ഷ. എല്ലാം കൈവിട്ടു പോയി പ്രസിഡന്റ്. ഇപ്പൊ മനസ്സിലായോ ആ കുടുംബത്തിന് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന്? എന്റെ പൊന്നു സാറേ, എന്നോട് പൊരുത്തപ്പെടണം. ഞാൻ ക്ഷമ ചോദിക്കുന്നു. പുറത്താരും ഇതറിയരുത്.
ഇനി ഒട്ടും വൈകിക്കണ്ട, കടിച്ച പാമ്പ് തന്നെ വിഷം ഇറക്കണം. വണ്ടിയറോ കേട്ടോ വേണു സാറേ, കൃത്യസമയത്ത് സാർ ഇടപെട്ടുകൊണ്ടാണ് ആ വിമലയ്ക്ക് നീതി കിട്ടിയത്. അല്ലെങ്കിൽ ഈ കേസ് അവർക്ക് പ്രതികൂലമായിട്ട് മാറിയാനെ. ഒരു മിനിറ്റ്, ഈ യൂണിഫോം ഇട്ട് കഴിഞ്ഞാല് എനിക്ക് രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞ ഒരു പ്രത്യേക സ്നേഹമാണ്, പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിനെ. കുറെ നാളെ നീ മുട്ടുകാലൊക്കെ പ്രവർത്തിച്ചിട്ട്. താങ്ക് യു സർ. താങ്കളെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇന്ന് കേരളത്തിന് ആവശ്യം. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? എങ്ങനെങ്കിലും ഒരു പ്രതിയെ പിടിച്ച് 2 എണ്ണം പൊട്ടിച്ച് കേസ് തെളിയിക്കുമ്പോഴേക്കും വരത്തില്ലേ ഒരവകാശ കമ്മീഷന്മാര്. അത് നേരെ. പക്ഷെ ഈ SI അമ്മണി രായന്റെ അടുത്ത് ഒരു പണി നടക്കില്ല. ദേഷ്യം കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പുലിയാണ്, ചീറ്റപ്പുലി. ഞാൻ പുലിയാന്നൊരു എല്ലാരും പോവോ. ബഷീർ അവിടെ നിൽക്കേ വരട്ടെ. സാർ ഇറങ്ങിക്കോളൂ. സാറിന് ഞാനൊരു കാർഡ് തരല്ലേ? അതുണ്ടോ? എന്തെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ശരി. തന്റെ പേരിൽ കേസ് ചാർജ് ചെയ്യണോ അതോ? വേണ്ട സാറേ, വേണ്ട. എന്നാ കുറച്ച് ചിക്കന് മുടക്കേണ്ടി വരും. എത്ര വേണേലും മുടക്കാം. സത്യം? വേദനൊന്നും എടുത്തില്ലല്ലോ? ഇല്ല, ഇടയ്ക്കിടയ്ക്കുള്ളതായി. എന്റെ കർത്താവേ, ഈ സ്റ്റേഷനിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു കോള് തടയുന്നത്. നിനക്ക് സ്തുതി. ഇന്ന് ഞാനൊരു ഫുൾ മെഴുകുതിരി കത്തിക്കും. സഹായിച്ചതിന് ഒത്തിരി നന്ദിയുണ്ട് വേണു. നമ്മൾ തമ്മിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ ചെയ്ത എന്റെ കടമയാണ്. ആ മനസ്സെനിക്ക് നന്നായിട്ടറിയാം. വേണു പ്ലീസ്. ഞാനൊന്നും പറയുന്നില്ല, പക്ഷേ ഇങ്ങനെ എത്ര നാൾ? എനിക്കറിയില്ല വേണു. അനിയത്തിമാർക്കൊരു ജീവിതം, അത് മാത്രമേ ഇപ്പൊ മനസ്സിലുള്ളൂ. വേണുവിന് വേണം ഒരു കുടുംബം, കുട്ടികൾ, എല്ലാം. നല്ലൊരു കൂട്ടുകാരനായിട്ട് വേണു എന്നും എന്റെ മനസ്സിലുണ്ടാവും. അതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കരുത്. ഞാൻ ചെല്ലട്ടെ വേണു, സമയമായി. ഒരു നിമിഷം. ഇപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞൊന്നുമല്ല ആ മനസ്സിലെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെങ്കിലും, എത്ര വൈകിയാലും ആ മനസ്സിലെ തീരുമാനം മാറ്റാൻ തോന്നിയാൽ എന്നെ അറിയിക്കണം. പ്രതിസന്ധികളെയും കുപ്രചരണങ്ങളെയും മറികടന്ന് ഇന്നു മുതൽ മഹാരാജ ടാക്കീസിന്റെ നയന മനോഹരമായ വെള്ളിത്തിരയിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം പോക്കിരി രാജ. സ്വാമിനാഥൻ എന്ന യുവ പ്രൊജക്ട് ഓപ്പറേറ്ററുടെ കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ നോട്ടീസ് അവിടെ തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ദിവസേന വർണ്ണശബളമായ 3 പ്രദർശനങ്ങൾ. മുതലാളി പടക്കം പൊട്ടിച്ചത് വെറുതെയായി. എന്നാൽ ഇത്രയും പെട്ടെന്ന് അവളുമാരി ടാക്കീസ് തുറക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ആ കഴിവേറി ബഷീർ ഇങ്ങനെ മലക്കം അറിയുമെന്ന് ആരറിഞ്ഞു? അനൗൺസ്മെന്റ്. നയന മനോഹരമായ സ്ക്രീനിൽ സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം. മുതലാളി, നമ്മളെ ഈ സമയത്ത് കണ്ടു ഞാൻ ആകെ നാണക്കേടാ. മുതലാളി കാരണത്ത് കയറിയുന്നു. കരവിരുതിലൂടെ നിങ്ങൾക്ക് തന്റേടിയും പോക്കിരിയുമായ പോക്കിരി രാജയെ കാണാം. ഞാൻ കാറി കയറിയിരിക്കാം. ഞാനും കൂടി അടക്കല്ലേ. തടസ്സങ്ങളും അഭിഖ്യാതികളും മറികടന്ന ശത്രുക്കളുടെ നാവടക്കിയും പാപ്പച്ചന്മാരുടെ മുനയൊടിച്ചു. മഹാരാജ ടാക്കീസ് പുതിയ ഭാവത്തിലും രൂപത്തിലും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്ന വിവരം നിങ്ങളേവരെയും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. കാണാൻ വരുന്നവരുണ്ടെങ്കിൽ പോരടാ. നോട്ടീസ്. ആണത്തമില്ലാത്തവന്മാരെ, പെണ്ണുങ്ങളോട് പടവെട്ടാൻ വരുന്ന 2 കെട്ടവന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളുക. നിങ്ങളുടെ തല കൊയ്യാനായി ഇതാ പോക്കിരി രാജ എത്തുന്നു. താടി വെച്ചവന്മാരും താടി വെക്കാത്തവന്മാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നവന്മാരും കേൾക്കാൻ വേണ്ടി പറയാം. പോക്കിരി രാജ, പോക്കിരി രാജ, പോക്കിരി രാജ. മതി തൃപ്തിയായി. വിട്ടോ. ഇന്നു മുതൽ മഹാരാജ കണ്ട പരസ്യമായിട്ടല്ലേ കോളാമ്പിക്കുടി മുതലാളിയുടെ പേരെടുത്ത് പറഞ്ഞവൻ കളിയാക്കിയത്. അത് അവളുമാർ അവനെ കൊണ്ട് പറയിക്കുന്നതാ. പക്ഷെ ഞാനാരാ മോൻ? അവളുമാർക്കിട്ടൊരു വലിയ വെടിമരുന്നിട്ടല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നേ. ഇനി 1-2 മാസത്തേക്ക് ഏത് രാജ കളിച്ചാലും കാണാൻ ഒരു കുഞ്ഞു പോലും ആ ടാക്കീസിലേക്ക്. അതെന്താ മുതലാളിയാണ് ടാക്കീസ് നടത്താൻ പോണത്? എന്റെ സ്ഥലത്ത് എന്റെ ചെലവിൽ ഓപ്പൺ എയറിൽ നാട്ടുകാർക്ക് മൊത്തം ഓസിന് കാണാൻ നാളെ മുതൽ ആരംഭിക്കുന്നു പുന്നപ്ര ശിവന്റെ നേതൃത്വത്തിൽ ഇക്കിളിപ്പെടുത്തുന്ന കമല ലോക്കൽ സർക്കസ്. കമലും ലോക്കറ്റോ? കമൽ ലോക്കറ്റൊന്നും അല്ല, പിന്നെ കമല ലോക്കൽ സർക്കസ്. കമല ലോക്കൽ സർക്കസ്. ബോർഡ് തൂക്കിയാലും ഇല്ലെങ്കിലും ആരും ഇങ്ങോട്ട് കയറത്തില്ല. നേരിട്ട് ഗോഷ്ഠി കാണാൻ സൗകര്യമുള്ളപ്പോ എന്തോന്നിനാ സിനിമ? റോഡ് മുഴുവൻ കമല സർക്കസുകാരുടെ പോസ്റ്ററാ. എല്ലാം നമ്മുടെ പോസ്റ്ററിന് മീതെ ഒട്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാ നമ്മൾ എന്ത് ചെയ്യും വിമലെ? സർക്കസുകാർ 1-2 മാസം കൂടെ ഉണ്ടാവുമെന്നാ കേൾക്കുന്നത്. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. അയിട മറക്കൊന്ന് പൂട്ടിയരെ. ഹോ, എന്റെ കർത്താവ് തമ്പുരാനെ, വല്ല കൊടുങ്കാറ്റോ വെള്ളപ്പൊക്കോ വരുത്തി
ആ സർക്കസുകാരെ മൂടോടെ അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോണേ. അവര് പാവങ്ങള്. ആ പാവങ്ങള്, ആ പാപ്പച്ചന്റെ കുഞ്ഞായ്മത്തരോ ഇതൊക്കെ. ഞാൻ അന്നേ പറഞ്ഞതാ വെളുവെടുക്കാൻ തുടങ്ങിയപ്പോഴേ നിലയ്ക്ക് നിർത്തണോന്ന്. അന്ന് കേട്ടില്ല. അന്ന് വിമല പറഞ്ഞത് നമ്മളെല്ലാം പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളല്ലേ എന്ന്. എന്നിട്ടിപ്പൊ എന്തായി? ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിമല എന്നേ കൊച്ചുങ്ങൾക്ക് കഞ്ഞിയും കൊടുത്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഇതൊക്കെ ഒന്ന് പൂട്ടി താക്കലും കൊണ്ടങ്ങ് പൊയ്ക്കോളാം. മുതലാളി